ഹലോ, ബ്രിജേഷാണേ. അപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് PPസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം വന്നിട്ടുള്ളത് കായും കോയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചെറുവാഞ്ചേരിയിലെ രമേശ് ചേട്ടൻ്റെ കടയിൽ കായും കോയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കട. അപ്പം മുമ്പിൽ കുറേ കായിൻ്റെ കൊലയും മാങ്ങയും നാടൻ മാങ്ങയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ രമേശ് ചേട്ടനടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വേറെ ആൾക്കാരെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഈ വീഡിയോ എടുത്തത് ജൂൺ ആദ്യക്കാണ്. അതാണ് നിങ്ങൾ മാങ്ങയൊക്കെ ഇത്രപാട് കാണുന്നത്. മാങ്ങേൻ്റെയൊക്കെ സമയമായിരുന്നു. ഇവിടെ എന്നാ ശരിക്കും സ്ഥലത്തിന് പേര് പറയാ? ചെറുവാഞ്ചേരി പൂവത്തൂർ പുളിയമ്പീടി അല്ലേ? ഉത്സവം കുറച്ച് ഒരാഴ്ച വേക്കോട്ടായി സ്കൂൾ തുറക്കുന്ന പിന്നെ ഒരാഴ്ച മുമ്പിലാണ് തുടങ്ങുക. ആൾക്കാരെ പോവുക. സ്കൂളിൽ തുറന്നിട്ട് തുടങ്ങിയില്ലല്ലോ. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത നാളെ ഇപ്പൊ നെയ്യാഭിഷേകം കഴിഞ്ഞിട്ട് മറ്റന്നാൾ തൊട്ട് ആൾക്കാർ പോകും. എന്നാലും നമ്മള് നിങ്ങളിപ്പോ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് കുറെ കാലമായാ? കച്ചവടം 10 കഴിഞ്ഞു കൊല്ലായി. തുടങ്ങിയിട്ട് 1.5 കൊല്ലം. ഉത്സവത്തിൽ കായും കോയിലാന്ന് അടിപൊളിയായിട്ട് ക്ലിക്കായ ഫേമസ് ആയ. എന്റെ പേരെന്നാ? വീണു ഇങ്ങവാ എന്നെ രണ്ടാള് കാണട്ടല്ലേ? അച്ചാച്ചന്റെ പേര് ഇങ്ങനെ വന്നതാ. ഇങ്ങവാ എന്റെ ഫ്രണ്ട്സ് എല്ലാം കാണൂ. അംഗൻവാടി പോന്നേ അല്ലേ? സ്കൂളിലാ? ഏത് സ്കൂളിലാ? ചെറുവാഞ്ചേരി സ്കൂളിലാ? അപ്പൊ നമുക്ക് ഫ്രണ്ട്സിനെല്ലാം കാണിച്ചു കൊടുക്കണ്ടേ? ഇതെന്നാ ചെറുകടികള്? ഇത് പക്കുവട, കൽത്തപ്പം, ഉണ്ണിയപ്പം അല്ലേ? രാവിലെ എത്ര മണിക്കാ തുറക്കുവാ? നമ്മൾ ഉച്ചക്ക് 2 മണി സമയത്താണ് ഇവിടെ എത്തിയത്. ഉച്ചഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പാചകമൊക്കെ വിറകടുപ്പിലാണേ. താങ്കൾ എന്താണാവോ ഇവിടെ കുത്തിയിരിക്കുന്നത്? അതെയാ, എനിക്ക് കായും കോയും തന്നിട്ടില്ല. നമ്മൾ ഇവിടെ വരുന്ന വഴിക്ക് എല്ലാ സ്ഥലത്തും മാങ്ങ വെക്കുന്നുണ്ട്. നല്ല നാടൻ മാങ്ങ, നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള മാങ്ങയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വരുന്ന വഴിക്കെല്ലാം കുറെ സ്ഥലത്ത് കണ്ടിന് അങ്ങനെ. അപ്പൊ നമ്മളിവിടെ വരുമ്പോൾ ഉച്ച സമയമാണ്. ഇവിടെ രമേശ് ചേട്ടൻ ക്ലീൻ ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. പിന്നെ കായും കോയും ചൂടോടെ ആകുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ടൈം എത്തുക. എല്ലാവരുടെയും നമ്മൾ ലേറ്റ് ആയിട്ട് എത്തല്. ഇവിടെ കറക്റ്റ് ടൈം ആണ്. കായും കോയും റെഡി ആയിട്ട് അടുപ്പത്ത് നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എത്തിയത്. ഇവിടെ നാടൻ പഴങ്ങൾ കിട്ടുക. നേന്ത്രപ്പഴം, പൂവമ്പഴം നമുക്ക് വാങ്ങാനും പറ്റും. ഈ മാങ്ങയെല്ലാം നമുക്ക് വാങ്ങാം. പോകുമ്പോൾ നമ്മൾ വാങ്ങും, അത് വേറെ കഴിക്കും. അപ്പം മാങ്ങയെല്ലാം വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടി. അതെല്ലാം ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇവിടെ മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിലേ പോകുന്ന വണ്ടിക്കാരെല്ലാം ഇവിടെ നിർത്തുന്നുണ്ടേ. വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത്. ലോറിൻ്റെ അപ്പുറം 3-5 ആൾക്കാരുണ്ട് മാങ്ങ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർ ക്ലീനിങ് ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മളിങ്ങനെ ഇപ്പുറത്തെ ഭാഗത്ത് വന്നിരുന്നതാ, കലുങ്കിൻ്റെ മുകളിൽ. ഇതാ രണ്ടാളും കലുങ്കിൻ്റെ മുകളിൽ വന്നിരുന്നതാ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ രമേശ് ചേട്ടൻ നമുക്ക് മാങ്ങ മുറിച്ച് തരികയാണ് ചെയ്തത്. നല്ല മധുരമുള്ള നല്ല നാടൻ മാങ്ങ. അപ്പോൾ രമേശ് ചേട്ടനും ഭാര്യ നടത്തുന്ന കായും കോയും കട. കായും കോയും ഉണ്ട്, കാന്താരി മുട്ടയുണ്ട്, മുതിരപ്പായസം ഉണ്ട്, പിന്നെ കൽത്തപ്പം, ഉണ്ണിയപ്പം, പിന്നെ രാവിലെ പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. രാവിലെ എത്ര മണിക്കാണ് തുടങ്ങുക? പിന്നെ 5 മണിക്ക് തുടങ്ങും. ഇപ്പോൾ 8:30 ആകുമ്പോൾ കായും കോയി ആവും. 8:30 ആവും. രാവിലെ മുതലേ ഉണ്ട് കായും കോയും? ഉണ്ട്, രാവിലെ മുതലുണ്ട്. അപ്പൊ ഈ ഉച്ചക്ക് തീർന്ന് ഇപ്പൊ പിന്നെ അടുപ്പത്തുണ്ട്. അതിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കറക്റ്റ് ടൈം എത്തിയത്. കറക്റ്റ് ടൈം എത്തി. രണ്ടാമത് നിങ്ങൾ കറക്റ്റ് ടൈം എത്തി. ഇനിയിപ്പം സംഗതി ആയി. അപ്പൊ നമുക്ക് കായും കോയും കാണാം.
ഇത് രണ്ടും സംഭവം തന്നെയാ? ആ ഇതിപ്പോ അതില് ആക്കിയൊക്കെ ചൂടുകയാണെങ്കിൽ ഇരുന്ന് കൊടുക്കും. അത് ഇരുമ്പം കാസറോളിന്ന് ഇതാക്കും, എടുക്കും. ഇത് എന്തല്ല അതിന്റെ അത് സംഭവം? ഇരുന്ന് കായും നാടൻ കായും പിന്നെ പച്ചക്കായും, പച്ചക്കായും പിന്നെ കോയും ഒരു കപ്പയിടും. ഇതിലൊപ്പര ഇട്ടിട്ട് വേപ്പിക്കുക. എന്നിട്ട് അതിന് വേണ്ടി മസാല ചേർത്തിട്ട് അടിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ ഒപ്പം പൊറോട്ട കൂട്ടുന്ന ആളുണ്ട്, പുട്ട് കൂട്ടുന്ന ആളുണ്ട്, വെളിയപ്പമുണ്ട്. ഇപ്പൊ നിലവിലെന്നാ ഉള്ളെ? ഇപ്പൊ നിലവിൽ ഇപ്പം പുട്ടാള്. പുട്ട്. വേറെ സ്പെഷ്യൽ? വേറെ കാന്താരി മുട്ട. ഇത് എല്ലാ ദിവസങ്ങളിലും ഉണ്ട്? ആ ഉണ്ട്. പിന്നെ പായസം ഉണ്ടാവും ഓരോ ദിവസം വിട്ട്. ഇന്ന് മുതിര പായസം ഉണ്ട്, പിന്നെ മമ്പാര വെക്കലുണ്ട്, പിന്നെ ചക്ക പായസം വെക്കലുണ്ട്, പിന്നെ ഞായറാഴ്ച പ്രഥമനും ബിരിയാണി ഉണ്ടായിരുന്നു. ഞായറാഴ്ച ബിരിയാണി. ഇത് കാന്താരി മുട്ട അല്ലേ? നമ്മുടെ സ്പെഷ്യൽ കൂട്ടാ. പാത്തട്ടാ ഈ കോയിൽ തീട് വെച്ചാട്ടെ, ഈ 3 കോയിലെടുത്താടാ. വെച്ചോ ചാർജ് ചെയ്യുന്നതിന് 15. ഇത് കൊറേ ഇത് രാവിലെ മുതലേ ഉണ്ടാ കാന്താരി മുട്ട? അപ്പൊ ഇതാണ് ഇവരെ കാന്താരി മുട്ട. 15 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ കാന്താരി മുട്ട ട്രൈ ചെയ്യാം നമുക്ക്. അത്യാവശ്യം എരിവുണ്ട്, നല്ല എരിവുണ്ട്. അത്യാവശ്യം എരിവുണ്ട്. ഒന്നാം എടുത്തോ. അടിപൊളി. ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കഴിക്കുന്നത്. നമ്മളങ്ങനെ കാന്താരി മുട്ടയൊക്കെ ട്രൈ ചെയ്തിട്ട് വരുമ്പോഴേക്കും രമേശ് ചേട്ടൻ ഇവിടെ കായും കോയും പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരും കറി കഴിക്കാം. കുറച്ച് പൊറോട്ട കറി ആയത്. പൊറോട്ടനെ കറിയാ, ഈ പുയ്ക്ക് കറിയില്ല. അപ്പൊ നമ്മള് പൊറോട്ടന്റെ കറി ആക്കുന്നുണ്ട് കുറച്ചില് ഇത് പുയ്ക്കായിട്ടുള്ള കറിയില്ല, പുയ്ക്ക് മാത്രമേ ഇല്ലൂ. അതായത് പൊറോട്ടന്റെ കറി ചിക്കൻ കറി വെക്കുന്നതുകൊണ്ട് കുറച്ചില് നിലവില് കായും കോയും ഇതിന്റെ ഒപ്പരോട്ട് ഇതിന്റെ ആവശ്യമില്ല. എന്നാലും നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ കാലിയായിരുന്നെങ്കിലും കായും കോയും പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോഴേക്കും ഇവിടെ ഫുള്ളായ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കായും കോയും നമ്മുടെ ടേബിളിലേക്ക് എത്തി. കായും കോയിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ്റെ ചാറും ഒരു പീസൊക്കെ ഇട്ടിട്ടാണ് രമേശ് ചേട്ടൻ തന്നത്. സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ്. കായും അതിൻ്റെ കൂടെ കോയും ഒക്കെ ഇട്ടിട്ട് ആദ്യം നമ്മൾ കായും കോയും മാത്രമായിരുന്നു കഴിച്ചത്. പിന്നീട് ഒരു കഷ്ണം പുട്ടുകൂടി വാങ്ങിച്ചിട്ട് ആ കായും കോയിൻ്റെ മുകളിലേക്ക് പൊടിച്ചിട്ടിട്ട് നന്നായിട്ട് അതും പുട്ടും ഒക്കെ മിക്സാക്കിയിട്ടാണ് പിന്നീട് നമ്മൾ കഴിച്ചത്. കായും കോയ്ക്ക് കോമ്പിനേഷനായിട്ട് പുട്ടും അതുപോലെ തന്നെ പൊറോട്ടയാണ് ഇവിടെ സാധാരണ ഉണ്ടാകുക. നമ്മൾ പോകുന്ന സമയത്ത് പൊറോട്ട ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 അരിക്കടക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കല്ലുമ്മക്കായിനെ കൊണ്ടുള്ളത്. പക്ഷേ കാര്യമായിട്ട് കല്ലുമ്മക്കായ് അതിൽ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇറച്ചി കുറവുള്ള സമയമായതുകൊണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ കാപ്പിയാണ് നമ്മൾ വാങ്ങിച്ചത്. കല്ലുമ്മക്കായ് നല്ല സ്പൈസി ആയിരുന്നു. അരിക്കടക്കയിൽ കല്ലുമ്മക്കായ് തീരെ ഉണ്ടായിട്ടില്ലെങ്കിലും ആ കൂട്ട് അടിപൊളിയായിരുന്നേ. പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കുമേ. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റും. ചുറ്റിലും വയലാണ്. ആൾക്കാർ അവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതിന് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് പാർസലും പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അന്നത്തെ സ്പെഷ്യൽ പായസം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കുടിച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടാണ് അവിടുന്ന് മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.